അസർബൈജാൻ എയർലൈൻസ് വിമാനാപകടത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് റഷ്യ വാക്കു നൽകിയതായി അസർബൈജാനിലെ ജനറൽ പ്രോസിക്യൂട്ടർ തിങ്കളാഴ്ച പറഞ്ഞതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. കുറ്റവാളികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ തീവ്രമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് റഷ്യയുടെ അന്വേഷണ സമിതി അസർബൈജാന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള വെടിയേറ്റാണ് അസർബൈജാൻ എയർലൈൻസ് വിമാനം കസാക്കിസ്ഥാനിൽ തകർന്നു വീണതെന്ന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് ആരോപിച്ചിരുന്നു. 38 പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിന്റെ കാരണം മറച്ചുവെക്കുവാൻ റഷ്യ ശ്രമിച്ചുവെന്നും കുറ്റം സമ്മതിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യൻ മേഖലയിൽ വെച്ച് ദാരുണമായ സംഭവം നടന്നതിന്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് അസർബൈജാൻ പ്രസിഡന്റിന്റെ പ്രതികരണം. 67 യാത്രക്കാരുമായി അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് റഷ്യൻ റിപ്പബ്ലിക്കായ ചെച്നിയയുടെ തലസ്ഥാനമായ ഗ്രോസ്നിയയിലേക്ക് ബുധനാഴ്ച യാത്ര തിരിച്ച എംബ്രയർ 190 വിമാനമാണ് തകർന്നത്. കസാക്കിസ്ഥാനിലെ അക്താവിനടുത്താണ് ദുരന്തമുണ്ടായത്. ഗ്രോസ്നിയയിൽ എത്തും മുമ്പ് കസാക്കിസ്ഥാനിലേക്ക് വിമാനം വഴിതിരിച്ചു വിടുകയായിരുന്നു. യുക്രൈൻ ആക്രമണവും മൂടൽമഞ്ഞും കാരണമാണ് അക്താവുവിലേക്ക് വിമാനം വഴിതിരിച്ചു വിടുവാൻ പൈലറ്റ് തീരുമാനിച്ചതെന്ന് റഷ്യൻ വ്യോമയാന ഏജൻസി വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ബുധനാഴ്ച യുക്രൈൻ ഗ്രോസ്നിയിൽ കടുത്ത ഡ്രോണാക്രമണം നടത്തിയതിനാൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമായിരുന്നെന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിമാനം വെടിവെച്ചിട്ടെന്ന് സമ്മതിക്കുവാനോ ഉത്തരവാദിത്തമേൽക്കുവാനോ റഷ്യ തയ്യാറായിട്ടില്ല.